ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജാൻസി ടോമി. ഞാൻ എറണാകുളത്തുള്ള മൂലംകുഴിയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കൃപാസനത്തിൽ നിന്ന് അനവധി അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇത് 4ാം തവണയാണ് ഞാൻ ഈ പരിശുദ്ധമായ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാനായിട്ട് ദൈവം എനിക്ക് ഇടവരുത്തിയത്. എൻ്റെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കാകെ ഉള്ളത് 2 സെൻറ്റ് സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി താമസിക്കാൻ ആ വീട് മതിയാകാതെ വരുന്നതുകൊണ്ട് മുകളിലേക്ക് പണിയണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ വീട് പണി ആരംഭിച്ചു. അടുത്തുള്ള വീട്ടുകാർ ഇതിനെതിരെ സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട്, വീട് പണി നിർത്തിവെക്കാൻ സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ കോർപ്പറേഷനിൽ പരാതി കൊടുത്തു. അതിൻ്റെ കാരണം ഞങ്ങൾ അവരുടെ മതിലിൽ നിന്ന് കൃത്യമായ അകലം പാലിക്കാതെ സ്റ്റെയർ പണിഞ്ഞു എന്നതായിരുന്നു. അത് പണിയാൻ തുടങ്ങിയപ്പോൾ അവർ യാതൊരുവിധ ബുദ്ധിമുട്ടും കാണിച്ചില്ല. അതിൻ്റെ യഥാർത്ഥ ഓണർ വിദേശത്തായിരുന്നു. അവിടെ സ്ഥലം നോക്കാൻ നിന്നിരുന്ന ഒരു കുടുംബം, അവരായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് സ്ഥിരമായിട്ട് എൻജിനീയർ എന്നെ വിളിച്ച്, നിങ്ങൾക്ക് വീടിൻ്റെ നമ്പർ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്, ആരോ ഒരാൾ വിളിച്ച് സ്ഥിരമായിട്ട് ഈ വീടിൻ്റെ പണി നിർത്തിവെപ്പിക്കണമെന്ന് കോർപ്പറേഷനിൽ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് എനിക്ക് ആ നമ്പർ തരികയുണ്ടായി. ഞാൻ നമ്പറിൻ്റെ ഉടമയെ കണ്ടുപിടിച്ചു. ഞങ്ങളെ അറിയുക പോലും ഇല്ലാത്ത, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത വളരെ പ്രായം ചെന്ന ഒരാളായിരുന്നു കോർപ്പറേഷനിൽ സ്ഥിരമായിട്ട് വിളിച്ച് വീട് പണി നിർത്തിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കുട്ടികളുടെ മാതാവ് ജോലി ചെയ്തിരുന്ന സ്കൂളിലെ പ്യൂണിൻ്റെ ഫാദർ ഇൻ ലോ ആയിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങൾക്ക് വളരെ വിഷമമായി. ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് വീടിൻ്റെ പണി ഒരു കാരണവശാലും നിർത്തിവെക്കാനിടയാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിച്ചു, നിയോഗം എഴുതിയിട്ടു. അതിൻ്റെ ഫലമായിട്ട് കോർപ്പറേഷനിൽ നിന്ന് ഉദ്യോഗസ്ഥൻ വരുമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ആ സ്റ്റേ പേപ്പർ തരാതെ 2 തവണയും അയാളിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് കാര്യം പറഞ്ഞിട്ട് മടങ്ങിപ്പോയി. ഞങ്ങളുടെ പണി ഒരു ദിവസം പോലും മുടങ്ങിയില്ല. അവസാനം ഞങ്ങൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഞങ്ങൾ ചെയ്തു തരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ മതിൽ വളരെ ഉയർത്തി കെട്ടിക്കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ മതിൽ ഉയർത്തി കെട്ടി വീടിൻ്റെ പണി യാതൊരു തടസ്സവും കൂടാതെ മുന്നോട്ട് പോയി. 2022 ഓഗസ്റ്റ് മാസം 21-ാം തീയതി ഞങ്ങൾ വീട്ടിൽ താമസം തുടങ്ങി. അത് 1ാമത്തെ സാക്ഷ്യം. രണ്ടാമത്, എൻ്റെ 3ാമത്തെ കുഞ്ഞ്, അവൾക്ക് 7 വയസ്സായി. അവളുടെ കാൽവിരലും കൈവിരലും വിണ്ട് പിളർന്നിട്ട് സോക്സ് ഇടുമ്പോഴും സ്കൂളിൽ പോകുമ്പോൾ സോക്സ് ഇടാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചിലപ്പോഴെല്ലാം അതിൽ നിന്ന് രക്തം വരുമായിരുന്നു. അസഹ്യമായ വേദനയായിരുന്നു. കുഞ്ഞ് ചിലപ്പോഴൊക്കെ സ്കൂളിൽ നിന്ന് കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. ഞങ്ങൾക്ക് വളരെ വിഷമമായി. മരുന്ന് വാങ്ങിച്ചു. ഡോക്ടർ പറഞ്ഞു, ഇത് മാറാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, നിങ്ങൾ ഓയിൽമെൻറ്റ് പുരട്ടുക, പിന്നെയും വരുമ്പോൾ വീണ്ടും ഓയിൽമെൻറ്റ് പുരട്ടുക, അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി, തൈലം, വിശ്വാസ പ്രമാണം ചൊല്ലി, കുഞ്ഞും ഞാനും ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കാൽവിരലിലും കൈവിരലിലും സ്ഥിരമായിട്ട് പുരട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നേരം പുലർന്നു കഴിഞ്ഞപ്പോൾ ഒരു പാട് പോലും ഇല്ലാതെ കുഞ്ഞിൻ്റെ കാൽവിരലും കൈവിരലും ഒരു പുതിയ കുഞ്ഞിൻ്റെ എന്നതുപോലെ പൂർണ്ണമായിട്ടും സൗഖ്യപ്പെട്ടു. അതുപോലെ 3ാമത്, എനിക്ക് രൂപതയുടെ ലിസ്റ്റിൽ എൻ്റെ പേര് വന്നിരുന്നു. അപ്പം ഞാനൊരു അധ്യാപികയാണ്. ലിസ്റ്റിൽ പേര് വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ചു. 2 തവണയായി ലിസ്റ്റിൽ പേര് വരുന്നത്. അവർ സ്ഥിരമായിട്ട് എനിക്ക് ലീവ് വേക്കൻസി തന്നു. എൻ്റെ 2 വർഷം അങ്ങനെ കഴിഞ്ഞു പോയി. സ്ഥിരമായിട്ടൊരു ജോലി കിട്ടുന്നില്ല. ഈ വർഷം മെയ് 15 വന്നപ്പോൾ എൻ്റെ ഏജ് ഓവറായി. ഇനി എന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ മനസ്സിലാക്കി. ഞാൻ ആകെ വിഷമിച്ചു. കാരണം അവർ ഓരോ സ്കൂളിൽ വിളിക്കുമ്പോൾ ഞാൻ ഓരോ സ്കൂളിൽ നിന്ന് റിസൈൻ ചെയ്താണ് പോയി ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. ഏതാണ്ട് അടുത്തുള്ള ഒട്ടുമിക്ക സ്കൂളിലും ഞാൻ ജോയിൻ ചെയ്തു. അതോടുകൂടി എനിക്ക് തിരിച്ച് അവിടെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതിയായി. പിന്നെ അടുത്ത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു സ്കൂളുണ്ട്, നല്ല സ്കൂളാണ്, 4.3 അത്രയും നല്ല ഗ്രേഡോട് കൂടിയ സ്കൂളാണ്. പക്ഷേ അവിടെ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം അവിടെ കയറുന്നവരാരും ജോലി ഉപേക്ഷിച്ച് പോയിരുന്നില്ല. അപ്പോൾ വേക്കൻസി ഇല്ലാതിരുന്നതുകൊണ്ട് കിട്ടില്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ചുവെങ്കിലും ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കഴിഞ്ഞ വർഷം ഞാനവിടെ ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. മിനിഞ്ഞാന്ന് എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു. സ്കൂളിൽ കയറുന്നതിന് മുമ്പ് ഞാൻ ഉടമ്പടി കാശുരൂപം കയ്യിൽ പിടിച്ചു. ഉടമ്പടി ഉപ്പ് അല്പമെടുത്ത് എൻ്റെ കയ്യിൽ ആരും കാണാതെ ചേർത്ത് പിടിച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഈ ജോലി എനിക്ക് ഇൻ്റർവ്യൂവും ടെസ്റ്റും ഒക്കെ എഴുതി മതിയായി. ഈ ജോലി യാതൊരു ഇൻ്റർവ്യൂവും ടെസ്റ്റും ഇല്ലാതെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ ശനിയാഴ്ച ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്നതിന് ശേഷമാണ് ഞാൻ സ്കൂളിലേക്ക് കയറിയത്. സ്കൂളിൽ ചെന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ ടേബിളിൽ പ്രിൻസിപ്പൾ കാണാതെ തന്നെ ഞാൻ ഉടമ്പടി ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ചു. സിസ്റ്റർ തിരിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ എടുത്തു തന്നിട്ട് പറഞ്ഞു, നാളെ ജോയിൻ ചെയ്യണമെന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും അങ്ങനെ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഇൻ്റർവ്യൂവും ഡെമോയോ ഒന്നും ഇല്ലാതെ ഒരിക്കലും ജോലി കിട്ടില്ല. ഇത് വളരെ വലിയൊരു സാക്ഷ്യമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അടുത്തത്, എൻ്റെ കൂട്ടുകാരിയുടെ മകന്, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ടീച്ചർ